പ്രിയമുള്ളവരെ നമസ്കാരം. ആക്ടർ ജയന്റെ മകൻ മുരളി ജയൻ എന്നുള്ളൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ബാഡ് ന്യൂസ് ആണെന്ന് പറയാൻ പോകുന്നത്. അതായത് ആദിത്യൻ എന്നുള്ളൊരു വ്യക്തി പറയുന്നുണ്ട് കേസ് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് മുമ്പത്തെ സ്റ്റേ അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവത്തേക്ക് അവൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അവൻ്റെ പെങ്ങള്, അവൻ്റെ ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ എടുത്തൊരു ട്രസ്റ്റായിട്ടുള്ള തീരുമാനമാണ്. ആ ട്രസ്റ്റിലെ അംഗങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട്, വിഡ്രോ ചെയ്യാൻ പറ്റൂല എന്ന്. അങ്ങനെ ഒരു കാര്യം മുഷ്കിലാണ്. ഇന്നത്തെ ഒരു ന്യൂസ് കേട്ട ന്യൂസൊക്കെ വല്ലാത്ത ബാഡായിട്ടുള്ള ന്യൂസാണ്. എന്ന് പറഞ്ഞാൽ ഇതിക്കുള്ള അടുത്ത സൊല്യൂഷൻ എന്തായിട്ടുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഒരു കാര്യം ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് അടുത്ത സംഭവം എന്താ എന്ന് അറിയിക്കുന്ന വരെ ഇനി വീഡിയോ ഉണ്ടാവില്ല. മിക്കവാറും ഇത് സോൾവ് ആയില്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ അവർക്കെതിരായിട്ടുള്ളൊരു കംപ്ലൈന്റ് ഈ മുരളീനെ കൊണ്ട് കൊടുപ്പിക്കാനുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ചെയ്യാന്ന് പറയുന്നത് നടക്കും തോന്നില്ല. സംഭവം പറയുമ്പോഴത്തേക്ക് ഇന്നാണ് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇന്ന് വിഡ്രോ ചെയ്യാനാണ് പറ്റൂല. അവരുടെ ഫാമിലി മെമ്പേഴ്സും ആൾക്കാരൊക്കെ ആയിട്ട് അവരുടെ ട്രസ്റ്റ് ഉണ്ടെന്ന ഒരു കുടുംബ ട്രസ്റ്റ് അംഗങ്ങളൊക്കെ പറയുന്നത് അത് വിഡ്രോ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നാ ഈ ആദിത്യൻ എന്നുള്ളൊരു പട്ടി പറഞ്ഞത്. അതുകൊണ്ട് അവനുള്ള നേരിട്ടുള്ള കോൺടാക്ട് നമ്പർ ഒന്നും ഇല്ല, എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കോൺടാക്ട് ചെയ്ത ആൾക്കാരടുത്ത് പറഞ്ഞ കാര്യം അതാണ്. അതുകൊണ്ട് വല്ലാത്ത വിഷമുണ്ടായി പോയി. ഇനി അടുത്ത എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ വിഡ്രോ ചെയ്യാനുള്ള ഒരു പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ഇവനെതിരായിട്ട് മുരളി ചേട്ടൻ കേസ് കൊടുക്കാനുള്ള പരിപാടിയാണ്. അതും പറയുന്നത് 2 ദിവസം 3 ദിവസം സമയം കൊടുത്തേക്ക് തിങ്കളാഴ്ചക്ക് മുമ്പ് ചെയ്തില്ലെങ്കിൽ മുരളി ചേട്ടൻ ഈ ആദിത്യനായിട്ട് കേസ് കൊടുക്കും. ആ കേസ് കൊടുത്തിട്ട് ആ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വിധി വരും. വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ കോടതി വിധി വരും. ആ വിധിയിൽ എന്ത് വരും വെച്ചറിയില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് സ്റ്റേ കൊടുക്കുന്ന ആൾക്കാർക്ക് എതിരായിട്ടുള്ള കേസുണ്ട്. അങ്ങനൊക്കെ സംഭവം അതാണ്. എല്ലാ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഏത് വീഡിയോ ഇടുമ്പോഴത്തേക്കും ആൾക്കാർക്കുള്ള കമന്റ് തരുമ്പോൾ ഈ മുരളി ചേട്ടൻ്റെ DNA ടെസ്റ്റ് എന്തായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭവം. പിന്നെ പറയുമ്പോഴത്തേക്ക് ഈ ജയൻ സാറിൻ്റെ ഫാമിലി ആൾക്കാരൊക്കെ ഈ മുരളി ചേട്ടന് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, മൊത്തത്തിൽ എതിരാണ്. പിന്നെ അവർക്ക് സത്യം എന്താ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ എതിർ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവം. പിന്നെ പറയുമ്പോൾ ആദിത്യൻ എന്നുള്ളൊരു പട്ടി പറയാ. അത് പറയുമ്പോഴത്തേക്ക് അവൻ്റെ വലിയച്ഛനല്ല ഈ ജയൻ അവൻ്റെ അച്ഛനാണെന്ന്. സ്വന്തം വലിയച്ഛൻ അച്ഛന്ന് പറയുന്ന ലോകത്തുള്ളൊരു ആദ്യത്തൊരു മനുഷ്യനും ആദ്യത്തൊരു ആക്ടറും. ഇവനൊക്കെ വെറുതെ അല്ലേ ഗതി പിടിക്കാതെ സിനിമയ്ക്കൊന്നും കയറാതെ സീരിയലിൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതും മാത്രമല്ല, ഈ ആദിത്യ എന്നുള്ളൊരു ചെക്കൻ വെറും പെൺപിരാന്തര ഒരുപാട് പെണ്ണുങ്ങളെ നശിപ്പിച്ചൊരു വ്യക്തിയാണ്. അമ്പിളി ദേവിനെ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവന്റെ പേരിൽ. അതുമല്ലാതെ ബാംഗ്ലൂരിൽ ഒരു സീരിയൽ നടി ശാരദി എന്നുള്ളൊരു സീരിയൽ നടിൻ്റെ കൂടി ഇപ്പോൾ ഒരു കേസ് നിലവിലുണ്ട്. ഇതിലെന്തെങ്കിലും തടസ്സമായെങ്കിൽ ആദിത്യ നിന്റെ ആ കേസ് തള്ളിപ്പോയ കേസ് ഞാൻ പൊക്കിക്കൊണ്ട് വരാൻ എനിക്ക് 1 മിനിറ്റിൻ്റെ പണിയാണ്. അതാണ് സംഭവം. അപ്പോൾ ആദിത്യ എന്നുള്ള വ്യക്തിനെ ഞാൻ പറയാം, സൂക്ഷിച്ചില്ലെങ്കിൽ ആ ബാംഗ്ലൂർ കേസ് ഞാൻ പൊക്കിക്കൊണ്ട് വരും. ഷെറോബിനി എന്നുള്ളൊരു പെണ്ണിനെ, അവൾക്ക് ഭർത്താവുള്ളൊരു പെണ്ണിനെ നീ അവൾക്ക് നഗ്നമായിട്ടുള്ള ചിത്രം അയച്ചതും അവളുടെ നഗ്നമായിട്ടുള്ള ചിത്രം വാട്സപ്പിലും ഇങ്ങനെ ഷെയർ ചെയ്തതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പുറത്തിറക്കി നിന്റെ ഭാവി മൊത്തത്തിൽ കേടായിട്ട് മാറും എന്നുള്ളൊരു അറിയിപ്പും കൂടിയാണ് ആദിത്യൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്. എന്നാൽ ഈ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.